ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും നമ്മളുടെ സഹകരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഓരോ കൈൻഡ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും അതിൻ്റെ ഫീച്ചേഴ്സും ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു ഫീച്ചേഴ്സും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സും തമ്മിൽ കമ്പയർ ചെയ്യാണ്. കോമൺലി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 കൈൻഡ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണുള്ളത്. ഈ ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഓണർഷിപ്പ്, അഡ്മിനിസ്ട്രേഷൻ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ് ഷെയറിംഗ്, ഇത്രയും ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ് കോമൺലി ഈ ഓരോ ബിസിനസ് എൻ്റർപ്രൈസും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. Different kinds of business organization. First one, private organization. Second one, public organization. That means government enterprises. Third one, cooperative organization. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് ഓർഗനൈസേഷൻ, അതായത് സ്വകാര്യ സ്ഥാപനങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സും. പ്രൈവറ്റ് ഓർഗനൈസേഷൻ നമുക്ക് കോമൺലി 3 ഫോംസിൽ ആരംഭിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ എൻ്റർപ്രൈസ്. ദാറ്റ് മീൻസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, പാർട്ട്ണർഷിപ്പ് ഫേമുകളായിട്ട് നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. തേർഡ് വൺ, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായിട്ട്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മീൻസ് സാധാരണ ഒരു കമ്പനിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺസ്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഏകാംഗ വ്യാപാരം എന്നൊക്കെ പറയും. അതായത് ഒരു പേഴ്സൺ സിംഗിളായിട്ട് ഓണർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനെയാണ് അല്ലെങ്കിൽ ബിസിനസ് എൻ്റർപ്രൈസുകളെയാണ് നമ്മൾ എന്ത് പറയാം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയാം. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അതേപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിങ്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ബിസിനസ് മെയിൻ്റനൻസ്, ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ആ സിംഗിൾ പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനൊരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ബിക്കോസ് ആ പേഴ്സണിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ വില്ലിങ് അല്ല എങ്കിൽ നമ്മൾ അവിടെ വെച്ച് ആ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് മീൻസ് മിനിമം നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ് എങ്കിലും ആവശ്യമാണ്. അത് മാത്രമല്ല ഈ പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി ലീഗൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ്. നമ്മളുടെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ്, 1932 സെക്ഷൻ 4 പ്രകാരമാണ് ഇന്ത്യയിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേമുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മളൊരു അഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിലാണ് എങ്ങനെയാണ് ഈ ബിസിനസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടത്, അതേപോലത്തെ എങ്ങനെയാണ് അതിനകത്തുള്ള പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് ഓൾറെഡി അതിനകത്ത് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡീഡിനാണ് അവിടെ നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കൂടാതെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, ആ ഒരു 2 ടേംസ് ആണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് മീൻസ് നോർമൽ കമ്പനിയാണ്. ഈ കമ്പനീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനീസിനെയാണ് നമ്മൾ എന്ത് പറയുക, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ആളുകളിൽ നിന്നും ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്ത്, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സുകളാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. സോ ഇതിനും നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേമും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഓൾറെഡി ഉള്ള ഓൾഡ് ആക്ട് 1956 ആയിരുന്നു. പിന്നീട് ഒത്തിരി അമെൻമെൻറ്റുകൾക്ക് ശേഷം 2013 റീസെൻ്റ് ആയിട്ടുള്ള ആക്ട് ഉണ്ട്, ബട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് 2013 ആക്ട് വരെയാണ് നമുക്ക് ഓൾറെഡി അത് ഈ എക്സാമിനും കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ 3 കൈൻഡ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ കമ്പയർ ചെയ്യാണ് ഈ ബിസിനസ് ഓർഗനൈസേഷനും നമ്മളുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ഫോമിലുള്ള ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് സോൾ ട്രേഡർ ബിസിനസ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
അതിനുശേഷം ഈ സോൾ ട്രേഡർ ബിസിനസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സിംഗിൾ പേഴ്സൺ ആണ്, അതേപോലെ തന്നെ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബട്ട് കോഓപ്പറേറ്റീവ് ബിസിനസ് ആണ് ഈ ഒരു ഫോമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു സിംഗിൾ പേഴ്സൺ അല്ല ഈ ഒരു കോഓപ്പറേറ്റീവ് ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ടാവുക, മാനേജ് ചെയ്യുന്നുണ്ടാവുക. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ് ചെയ്യുന്നുണ്ടാവുക. കൂടാതെ ഈ മെമ്പേഴ്സ് ആണ് ഈ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് എടുക്കുന്നുണ്ടാവുക. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ആ സിംഗിൾ പേഴ്സൺ ആണ് ഈ ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ടാവുക. ദെൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് ടു സെർവ് ദ സൊസൈറ്റി അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ വെൽഫെയർ ആണ്. ബട്ട് ഈ പറയുന്ന സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം ആണെങ്കിൽ അവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവർ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്യാപിറ്റൽ കളക്ട് ചെയ്തെടുക്കുന്നത് ഈ മെമ്പേഴ്സിൽ നിന്നാണ്. ദാറ്റ് മീൻസ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഷെയറുകളായിട്ടാണ് അവർ ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്നത്. ബട്ട് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം ആണെങ്കിൽ അതിൻ്റെ ഓണർ തന്നെ ഓൺ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല. ദാറ്റ് മീൻസ് അതിൻ്റെ ഓണറിൻ്റെ പേരിലാണ് ആ ഒരു ബിസിനസ് അറിയപ്പെടുക. ബട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു പ്രത്യേക ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഓണറിൽ നിന്ന് അവർക്ക് എന്തുണ്ട്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ നമ്മളുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരുപാട് സ്റ്റാറ്റ്യൂട്ടറി പ്രിവിലേജസ്, പ്രത്യേക അംഗീകാരങ്ങൾ നമ്മളുടെ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബട്ട് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആവുന്ന സമയത്ത് അത് ആ സിംഗിൾ ഓണറിൻ്റെ മാത്രം എന്താണ് റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു ബിസിനസ് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത്. ദെൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ഓണറിന് വരുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ലാബിലിറ്റി അല്ല, അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ് വരുന്നത്. ബട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒത്തിരി മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മെമ്പേഴ്സിന് വരുന്ന ലാബിലിറ്റി ലിമിറ്റഡ് ആയിട്ടുള്ള ലാബിലിറ്റിയാണ്. ഇതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതേപോലെ തന്നെ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇത് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഡിഫറൻസ് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ ഒരു കമ്പാരിസൺ പഠിച്ചു കഴിയുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഫീച്ചേഴ്സും കൂടിയാണ് പഠിക്കാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേം. കോഓപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് കോഓപ്പറേറ്റീവ് ഫേംസും പാർട്ട്ണർഷിപ്പ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട്ണർഷിപ്പ് ആക്റ്റും ഉണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ആക്ട് പ്രകാരവും സെപ്പറേറ്റ് ആയിട്ട് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും രജിസ്റ്റർ ചെയ്തിരിക്കണം. ദെൻ പാർട്ട്ണർഷിപ്പ് ഫേമിൽ മിനിമം 2 പേഴ്സൺസ് കമ്പൽസറി ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിലാണെങ്കിൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള മിനിമം 25% എങ്കിലും വേണം. അതായത് 25 പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ഫേം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരമാണ്. ദെൻ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് കളക്ട് ചെയ്തെടുക്കുന്നത്, ബിസിനസ്സിന് വേണ്ടിയുള്ള ഫണ്ട് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ കളക്ട് ചെയ്തെടുക്കുന്നത് ഈ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. ബട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിലാണെങ്കിൽ പാർട്ട്നേഴ്സ് ആണ്, ബട്ട് നമ്മൾ അവിടെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ടേം അല്ല നമ്മൾ യൂസ് ചെയ്യുക. മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ഫണ്ട് കളക്ട് ചെയ്ത് എടുക്കുന്നത്. ഷെയറുകളായിട്ടാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ദെൻ പാർട്ട്ണർഷിപ്പ് ഫേമിന് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇന്ന പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ഇന്ന കമ്പനി എന്നുള്ള നെയിമിലാണ് അത് അറിയപ്പെടുന്നത്. ബട്ട് ഈ പറഞ്ഞിരിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവരും എന്താണ് അവരുടെ മെമ്പേഴ്സിൻ്റെ നെയിമിൽ ഇന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഫിഷർമാൻസ് ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക ഒരു നെയിമിലാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും കേസിൽ, അതായത് ഡെത്ത്, പാർട്ട്നേഴ്സ് ഡിസോൾവൻ്റ് ആയി പോവുക, അത്തരം കേസിലൊക്കെ ഈ പാർട്ട്ണർഷിപ്പ് ഫേം പിന്നീട് നിലനിൽക്കില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് ആളുകൾ ക്യാൻസൽ ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡൊക്കെ ക്യാൻസൽ ചെയ്യേണ്ട കേസ് വരും. ദാറ്റ് മീൻസ് പാർട്ട്നേഴ്സിന് എക്സിസ്റ്റൻസ് ഉള്ള ടൈം വരെ മാത്രമേ നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേം നിലനിൽക്കുന്നുള്ളൂ.
ബട്ട് ഈ പറഞ്ഞതുപോലെ ഉള്ള ഡിഫറെൻറ്റ് കേസാണ് നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനുള്ളത്. അതായത് മെമ്പേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു മെമ്പറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് കേസ്, പാർട്ട്ണർഷിപ്പ് ഫേമിലാണെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അതായത് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും എത്ര പെർസെൻറ്റേജ് ഓരോ ആളുകൾക്കും കൊടുക്കണം എന്നുള്ള കേസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കേസിൽ നമുക്കങ്ങനെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈക്വലി ആണ് ആളുകൾക്ക് അതിൽ നിന്ന് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബട്ട് എന്ന് കരുതിയിട്ട് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റും മെമ്പേഴ്സിന് ഡിവൈഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ബിക്കോസ് അതിന് ലിമിറ്റ് ഉണ്ട്, നിയമപരമായിട്ട് ലിമിറ്റ് വരുന്നുണ്ട്. അതൊക്കെ നമുക്കിതിൻ്റെ ലോ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ട്. ദെൻ പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ആ ബിസിനസ്സിന് എത്രത്തോളം ലാബിലിറ്റി ഉണ്ടാവുന്നുണ്ടോ അത്രയും ലാബിലിറ്റി ബിയർ ചെയ്തെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള മെമ്പേഴ്സിന് ഉണ്ട്. ബട്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിലാണെങ്കിൽ ഈ മെമ്പേഴ്സിന് വരുന്ന ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ദെൻ നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും പാർട്ട്ണർഷിപ്പ് ഫേമും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ്, പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഡിസിഷൻസ് എടുക്കുന്നത് പാർട്ട്നേഴ്സാണ്. ബട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരിക്കലും ഒരു സിംഗിൾ പേഴ്സണ് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റില്ല. അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനേക്കാളും ഇമ്പോർട്ടൻറ്റ്, എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ എടുക്കണമെങ്കിൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഡിസിഷനാണ് നമ്മൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടപ്പാക്കുന്നത്. ഇത്രയും ഡിഫറൻസ് ആണ് നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഫേമും നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിലുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന എല്ലാ ടോപ്പിക്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നമ്മളുടെ ആപ്പിൽ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും.